ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ കൂടിയുണ്ട്. അജീഷ്, ഇപ്പോൾ ഇതിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതൊക്കെ കാരണങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഒരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് വ്യോമയാന മന്ത്രാലയം. ഇപ്പോൾ എയർ ഇന്ത്യ CEO സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കയുടെ ഒരു പ്രതികരണം വരുന്നുണ്ട്. ഇതിൻ്റെ ദൃശ്യങ്ങൾ മാത്രം കണ്ടിട്ട് എന്താണ് കാരണമെന്നത് പറയാൻ കഴിയില്ല. ഈ വിമാനം നിർത്തലാക്കാൻ പോകുന്നില്ല എന്നതടക്കമൊക്കെയുള്ള ആ തരത്തിലേക്ക് വരുന്ന കൂടുതൽ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അനുജിത പറഞ്ഞതുപോലെ തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ വിമാന ദുരന്തമുണ്ടായി. ഇനി ആ വിമാന ദുരന്തമുണ്ടായതിന്റെ കാരണം കണ്ടെത്തണം, അതിനായി അന്വേഷണം നടത്തണം. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ശാസ്ത്രീയമായ പരിശോധനകൾ അടക്കം നടത്തിയതിനു ശേഷം മാത്രമേ എന്താണ് ഈ വിമാന ദുരന്തത്തിന് കാരണമായത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിനായി വിദഗ്ധർ ഇന്നലെ തന്നെ ഈ അഹമ്മദാബാദിലെ അപകടനില സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഏവിയേഷൻ ആക്സിഡന്റ് ബ്യൂറോ, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയിലെ സംഘങ്ങൾ, വിദഗ്ധ സംഘങ്ങൾ ഇന്നലെ തന്നെ ഈ അപകടം നടന്ന സ്ഥലത്ത് എത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ഫോറൻസിക് സംഘമടക്കം ഇവിടെ എത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഈ വിമാനത്തിനകത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിൽ 2 ഉപകരണങ്ങളാണ് വരുന്നത്. ഒന്ന് FDR ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും മറ്റൊന്ന് CVR-ഉമാണ്, കോക്പിറ്റ് വോയിസ് റെക്കോർഡറുമാണ്. ഇതിൽ ഈ ഒരു വിമാനത്തിന്റെ മുന്നിലും പിന്നിലുമായിട്ടാണ് ഈ 2 ഉപകരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിന്റെ നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് വയ്ക്കുക. സാധാരണ ഈ ഫ്ലൈറ്റ് ഈ ടേക്ക് ഓഫിന് മുന്നേ അതിൽ തൊട്ട് ഈ എവിടെയാണോ ലാൻഡ് ചെയ്യുന്നത് അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ 1:38-ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം നിമിഷങ്ങൾക്കുള്ളിലാണ് തകർന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ളത് ഈ ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നിലവിൽ DGCA-യുടെയും ഇന്ത്യയുടെയും ഏവിയേഷൻ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെയും ഉദ്യോഗസ്ഥർ അവിടെ എത്തി പരിശോധന നടന്നുകൊണ്ട് ഒരു ഉപകരണം FDR കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനി ശാസ്ത്രീയമായി പരിശോധിക്കണം. അവരുടെ ഫോറൻസിക് ലാബിലായിരിക്കും പരിശോധന നടത്തുന്നത്. ഈ പരിശോധന ഫലം കിട്ടാൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. അതിനകത്ത് ഈ ഫ്ലൈറ്റിന്റെ ഓൾട്ടിറ്റ്യൂഡും സ്പീഡും ഒപ്പം തന്നെ അതിനകത്ത് ഈ പൈലറ്റുമാർ സംസാരിച്ചിരുന്ന കാര്യങ്ങൾ, എന്തെങ്കിലും മെക്കാനിക്കൽ എറർ ഉണ്ടായിരുന്നെങ്കിൽ അതടക്കമുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവും. ഇതെല്ലാം വിശകലനം ചെയ്തതിനു ശേഷമാണ് എന്താകും ഇതിന് സംഭവിച്ചെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. നേരത്തെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കയുടെ ഈ വ്യോമയാന മേഖലയിലെ ഈ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു ഉന്നതതല ഏജൻസിയാണ്. ഈ ഏജൻസിയുടെ വിദഗ്ധരടക്കം ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർക്കൊപ്പം തന്നെ ഈ ബോയിങ് വിമാന കമ്പനിയുടെയും ഒപ്പം തന്നെ അതിന്റെ എഞ്ചിൻ നിർമ്മിക്കുന്ന ജനറൽ ഇലക്ട്രിക്സ് ഏവിയേഷൻ ആ കമ്പനിയുടെയും വിദഗ്ധർ ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവരുടെ നാഷണൽ ട്രാൻസ്പോർട്ട് ഏജൻസി, അത് സേഫ്റ്റി ട്രാൻസ്പോർട്ട് അതോറിറ്റി അമേരിക്കയുടെ, അവരുടെ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. കാരണം ഈ ബോയിങ് 787 എന്ന ഈ വിമാനം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാടും 1000-ലധികം മോഡലുകൾ പല വിമാന കമ്പനികളും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ പലർക്കും ആശങ്കയുണ്ട് ഈ ഒരു വിമാനത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇതിന്റെ സാങ്കേതിക തകരാർ അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ ഡിഫക്റ്റ് ആണോ എന്ന്, മെക്കാനിക്കൽ ഫെയിലുവർ ആണോ എന്ന് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ ഈ വിമാനം പിൻവലിക്കണമോ അതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ അക്കാര്യമാണ് ഈ FAA ഫെഡറൽ ഏവിയേഷൻ ഏജൻസിയുടെ അഡ്മിനിസ്ട്രേഷന്റെ മേധാവി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങൾ കണ്ട് നമുക്കൊരു വിലയിരുത്തലിലേക്ക്, ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ വിദഗ്ധർ ഇന്ത്യയുടെ അന്വേഷണത്തിനോടൊപ്പം ചേരും. അവരും അതിനുശേഷം ഈ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ വിശദമായി പഠിച്ചതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. നിലവിൽ എന്തായാലും ഈ വിദഗ്ധരടക്കമുള്ളവർ ഈ അഹമ്മദാബാദിലേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഇനി അതിന്റെ ഈ ബ്ലാക്ക് ബോക്സ് അടക്കം കണ്ടെത്തിയതിനു ശേഷം അതിന്റെ ഫലം, അതിന്റെ അകത്തുള്ള ഡേറ്റാസ് അത് വിശകലനം ചെയ്ത് ശാസ്ത്രീയമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുകയുള്ളൂ.